മോക്ക് ഇന്നലെ മുതൽ നല്ല ചുമയുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും നല്ല ടയേർഡാണ് ആള്. ശ്വാസം എടുക്കടാ. വേറൊന്നുമില്ല, മോക്ക് ചെറിയൊരു വൈറൽ ഫീവർ ആണ്. മരുന്ന് വന്നേക്കാം. അമ്മ എനിക്ക് റോഡ്രങ്ങളിനെ പോലെ ആവണം. ഇറങ്ങിയോ? നന്നായിട്ട് പഠിച്ചിട്ട് വരാം. കോഫി കുടിക്കടാ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും വേണോ മോക്ക്? ഓക്കെ, കുടിക്ക്. ചൂടാണേ. മോളെ നീ എന്തെങ്കിലും ഇനി കഴിച്ചിട്ട് പഠിച്ചാ മതി. കേട്ടാ, കുടിക്കടാ, വെള്ളം കുടിക്കും മോള്. ബിസ്ക്കറ്റ് എങ്കിലും കഴിക്കും മോളെ. എന്തെങ്കിലും കഴിച്ചിട്ട് നീ ഇരിക്കേ, അല്ലെങ്കിൽ ക്ഷീണിക്കുമെന്ന്. എടുത്തു. ചോള് മാറ്റുന്ന കമ്മലുണ്ടാവില്ല, കമ്മൽ. തലമുടി കഴിക്കണം.
exams have been cancelled. The National Testing Agency has just put out a detailed press release in which they are saying that on the basis of inputs subsequently examined by the NTA in coordination with the central agencies and investigating findings shared by the law enforcement agencies, the NTA, with the approval of the Government of India, has decided to cancel the NEET UG 2026 exam. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്ക് ഞാനില്ലേ? നിന്റെ അച്ഛനും അമ്മയില്ലേ? നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? രാവും പകലും നീ ഇതിനു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ടത്? ഇതിനു വേണ്ടിയിട്ടാണോ നീ കഷ്ടപ്പെട്ടത്? നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു? രാവും പകലും ഇത്രയും അധ്വാനിച്ചിട്ട് നീ കിടന്ന് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിന്റെ ടാലന്റിനെയും കഴിവിനെയും ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. നീ നിന്നിൽ തന്നെ വിശ്വസിക്കണം. ഉന്നത ബന്ധങ്ങളുടെ പിൻബലത്തിൽ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ രാജ്യത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കേണ്ട നീതി നിഷേധിക്കപ്പെടുകയാണ്. ഓരോ പരീക്ഷകളിലും ക്രമക്കേടുകൾ സംഭവിക്കുമ്പോൾ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് പൊലിയുന്നത്. ഇതിലൂടെ വർഷങ്ങളോളം രാവും പകലും അവർ നടത്തിയ പരിശ്രമങ്ങളാണ് വ്യർത്ഥാവിലാകുന്നത്. ഇത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നു. രാജ്യത്തിലെ ഓരോ പരീക്ഷകളും നിഷ്പക്ഷമായും നടത്തേണ്ടത് സർക്കാരിൻ്റെയും ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട് മൂലം ജീവൻ നഷ്ടപ്പെട്ട ഓരോ വിദ്യാർത്ഥികൾക്കും ഞങ്ങൾ പ്രണാമമർപ്പിക്കുന്നു.